നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നശിപ്പിക്കുക, കൊല്ലുക എന്നൊക്കെയാണ് ഫോർഡോ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ അർത്ഥം. തുടർച്ചയായ ജോലി കൊണ്ടുള്ള വല്ലാത്ത ക്ഷീണം എന്നും അർത്ഥമുണ്ട്. ഇസ്രയേൽ നശിപ്പിക്കാൻ ഏറെ പണിപ്പെടുന്ന ഇടമാണ് ഇറാനിലെ ഫോർഡോ, ഇറാന്റെ നിർണായക ആണവ കേന്ദ്രം. പക്ഷേ ഇവിടം നശിപ്പിക്കാനുള്ള ആയുധം ഇസ്രയേലിൻ്റെ കൈവശമില്ല. ശ്രമിച്ച് ഒടുവിൽ ക്ഷീണിക്കുമോ എന്നും അറിയില്ല. ആയുധം കൈവശമുള്ള അമേരിക്ക അതിന് ധൈര്യപ്പെടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. മധ്യപൂർവ്വ ദേശത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഇറാനെ തകർക്കാൻ US ഇസ്രയേലിന് കൈകൊടുക്കുമോ എന്ന ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയണിൽ പങ്കുചേർന്നാൽ ഇറാന്റെ ഫോർഡോ ആണവ കേന്ദ്രമാകും USൻ്റെ പ്രധാന ലക്ഷ്യമാകുക എന്നതാണ് റിപ്പോർട്ട്. എന്തിനാണ് ഫോർഡോയിൽ ഇസ്രയേൽ USൻ്റെ സഹായം തേടുന്നത്? എന്തുകൊണ്ടാണ് ഫോർഡോ ഇസ്രയേലിന് അപ്രാപ്യമാകുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രയേൽ ഇറാനിലെ ഒന്നിലധികം ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ആണവ നിലയങ്ങളിൽ കാര്യമായ കേടുപാടുകൾ വരുത്താൻ സയനിസ്റ്റ് രാജ്യത്തിന് ആയിട്ടില്ല. മാത്രമല്ല, ഫോർഡോ ആണവ കേന്ദ്രത്തെ ഇസ്രയേലിന് തൊടാനുമായില്ല. ഒരു പർവ്വതത്തിനിടയിലെ ആഴത്തിലുള്ള ഭൂഗർഭ തുരങ്കത്തിലാണ് ഈ ആണവ കേന്ദ്രമുള്ളത്. നദാൻസിനു ശേഷം ഇറാന്റെ രണ്ടാമത്തെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോർഡോ അഥവാ ഷാഹിദ് അലി മുഹമ്മദ് ആണവ കേന്ദ്രം. തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 100 കിലോമീറ്റർ തെക്കുപടിഞ്ഞാറായി വിശുദ്ധ നഗരമായ ക്വാമിന് സമീപം പർവ്വതങ്ങൾക്ക് കീഴിലായി 262 മുതൽ 295 വരെ താഴ്ചയിലാണ് ഫോർഡോ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഷിയ പുണ്യസ്ഥലമായ ക്വാമിന് 26 കിലോമീറ്റർ മാത്രം അകലെ 303 വീടുകൾ മാത്രമുള്ള ഗ്രാമമാണ് ഫോർഡോ. 1980 മുതൽ 88 വരെയുള്ള ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരിൽ ഏറെയും ജനിച്ച ഇടം. ഹസൻ അക്വ ഫോർഡോ മലനിരകൾക്ക് ഇടയിൽ ഫോർഡോ നദിയുടെ തീരത്ത് ഏറ്റവും തന്ത്രപ്രധാനമായ യുറേനിയം സമ്പുഷ്ടീകരണശാല ഇറാൻ സ്ഥാപിച്ചത് 60 മുതൽ 90 മീറ്റർ വരെ താഴ്ചയിൽ. ഇസ്രയേൽ ആക്രമണത്തിൽ സാരമായ കേടുപാടുകളുണ്ടായ നതാൻസ് പോലെയുള്ള പ്രാധാന്യമുള്ള കേന്ദ്രമാണ് ഫോർഡോ. ഇവിടെ യുറേനിയം 81% വരെ സമ്പുഷ്ടീകരിക്കാൻ കഴിയും. ആയുധ നിർമ്മാണത്തിന് ആവശ്യമായ 90%-ന് വളരെ അടുത്ത്. ഇറാനിലെ ഏറ്റവും രഹസ്യവും കനത്ത സംരക്ഷണവുമുള്ള ആണവ കേന്ദ്രങ്ങളിലൊന്നാണ് ഫോർഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് 160 കിലോമീറ്റർ അകലെ ഫോർഡോ ഗ്രാമത്തിനടുത്തുള്ള ഒരു പർവ്വതത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന ഈ സ്ഥലം വ്യോമ ആക്രമണങ്ങളെയും വിദേശ ആക്രമണങ്ങളെയും ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നിയന്ത്രിക്കുന്ന ഒരു മിസൈൽ താവളത്തിൻ്റെ ഭാഗമായിരുന്നു ഈ സ്ഥലം. ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ പഴുതടച്ച കാവലുമുള്ള ഫോർഡോയിലാണ് ആണവായുധ നിർമ്മാണത്തിനുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്തുന്നതെന്ന് ആണവ നിർവ്യാപന രംഗത്തെ വിദഗ്ധർ പറയുന്നു. സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ശേഖരം വിശാലമാക്കാൻ ഇറാൻ ലക്ഷ്യമിടുന്നതും ഫോർഡോയിൽ തന്നെ. 2 ഹാളുകളിലായി 3000 സെൻട്രിഫ്യൂജുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2000-ൻ്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ ഫോർഡോ ആണവ കേന്ദ്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിരുന്നു. എങ്കിലും 2004-ലാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ഉപഗ്രഹ ചിത്രങ്ങൾ ലോകം ശ്രദ്ധിച്ചത്. 2009-ൽ നിർമ്മാണം പൂർത്തിയായി. ഫോർഡോയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇറാൻ അതീവ രഹസ്യമായി സൂക്ഷിച്ചുവെങ്കിലും 2009-ൽ അന്നത്തെ US പ്രസിഡന്റ് ബറാക്ക് ഒബാമ, ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഗോർഡൻ ബ്രൗണും ഫോർഡോയെക്കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്തി. ഫോർഡോയുടെ വലിപ്പവും ശേഷിയും സമാധാനപരമായ ഒരു പദ്ധതിയുമായി ചേർന്നു പോകുന്നതല്ല എന്ന ആശങ്കയാണ് ഒബാമ പങ്കുവച്ചത്. ഫോർഡോയെ ശക്തമാക്കുന്നത് അതിൻ്റെ ആഴമാണ്. ഇത് 80 മുതൽ 300 അടി വരെ ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് പരമ്പരാഗത ബോംബുകളുടെയും നൂതന ഇറാൻ യുദ്ധോപകരണങ്ങളുടെയും കലവറയാണെന്ന് പറയപ്പെടുന്നു. 2 വ്യത്യസ്ത വിഭാഗങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഏകദേശം 3000 IR-1 സെൻട്രിഫ്യൂജുകൾ ഉൾക്കൊള്ളുന്നതിനായാണ് ഈ സൗകര്യം ആദ്യം നിർമ്മിച്ചത്. റഷ്യയുടെ S-300 സിസ്റ്റം ഉൾപ്പെടെയുള്ള ഉപരിതല വിമാന മിസൈലുകളാൽ ഇപ്പോൾ ബേസ് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുകൂടാതെ തുടർച്ചയായ ബോംബാക്രമണങ്ങളെ അതിജീവിക്കാൻ ഇത് ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. വ്യോമാക്രമണങ്ങളെ അതിജീവിക്കാൻ ഇറാൻ സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർഡോയെ ഇസ്രയേലിനും മറ്റ് വിദേശ രാഷ്ട്രങ്ങൾക്കുമൊന്നും തൊടാനാകില്ല. അണുബോംബുകൾ നിർമ്മിക്കാൻ ഉതകുന്ന 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ ഫോർഡോയ്ക്ക് വളരെ വേഗത്തിൽ ആകും എന്നതാണ് ഇസ്രയേലും US ഉയർത്തിക്കാട്ടുന്ന ഭീഷണി.
നിലവിലെ സാഹചര്യത്തിൽ 3 ആഴ്ച കൊണ്ട് ഫോർഡോയ്ക്ക് ഇത് സാധിക്കും. 2 ഹാളുകളിലായി 3000 സെൻട്രിഫ്യൂജുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. നതാൻസിൽ പോലും 5% മാത്രമാണ് യുറേനിയം സമ്പുഷ്ടീകരണം. ഇവ 60% പരിശുദ്ധി വരെ യുറേനിയം സമ്പുഷ്ടമാക്കുന്നു. ഇത് ഒരു ആണവായുധത്തിന് ആവശ്യമായ 90% പരിധിക്ക് അപകടകരമാംവിധം അടുത്താണ്. ഇറാന്റെ അവസാനത്തെയും ഏറ്റവും നിർണായകവുമായ സമ്പുഷ്ടീകരണ ശക്തി കേന്ദ്രമാണ് ഫോർഡോ. ഇപ്പോൾ അതാണ് കണക്കാക്കപ്പെടുന്നത്. ഓരോ 3 മാസത്തിലും ഏകദേശം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂടുതൽ സമ്പുഷ്ടമാക്കിയാൽ 4 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ഇത് മതിയാകും. മറ്റ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടും ഫോർഡോ ഒരു കുഴപ്പവുമില്ലാതെ നിലകൊള്ളുന്നു. ഭൂഗർഭത്തിൽ 300 അടി താഴ്ചയിലുള്ള ഫോർഡോ തകർക്കാൻ ശേഷിയുള്ള സാങ്കേതികവിദ്യയൊന്നും ഇസ്രയേലിൻ്റെ പക്കൽ ഇപ്പോൾ ഇല്ല എന്നതാണ് ഫോർഡോയെ ഇസ്രയേലിന് അപ്രാപ്യമാക്കുന്നത്. ജൂലൈ 13 ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ഫോർഡോയെയും ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ അതൊന്നും ഫോർഡോയിൽ ഏശിയിട്ടില്ലെന്ന് IAEA വ്യക്തമാക്കി. ഫോർഡോയെ തകർക്കാൻ ലോകത്ത് ഒരേയൊരു ശക്തിക്ക് മാത്രമേ ഇസ്രയേലിനെ സഹായിക്കാനാകൂ. അത് US-നാണ്. വ്യോമാക്രമണ പ്രതിരോധമടക്കം അതീവ സുരക്ഷ, നതാൻസ് പോലുള്ള ദുർബലമായ കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിയുന്ന പരമ്പരാഗത വ്യോമാക്രമണങ്ങളെപ്പോലും പ്രതിരോധിക്കും. താവളത്തിനുള്ളിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ സാന്നിധ്യം ഫോർഡോയുടെ സൈനിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ കാര്യക്ഷമമായ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് സഹായിക്കുന്ന നൂതന സെൻട്രിഫ്യൂജുകൾ ഫോർഡോയിലുണ്ട്. ഇങ്ങനെയൊരു ഇടം ഇറാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് അമേരിക്ക അറിഞ്ഞത് തന്നെ 2009-ലാണ്. ഇറാന് പാഠമായത് ഇസ്രയേൽ 1981 കാലത്ത് ഇറാഖിൽ നടത്തിയ ആക്രമണവും. ബാഗ്ദാദിലെ ആണവ കേന്ദ്രം അന്ന് ഇസ്രയേൽ ബോംബിട്ട് തകർത്തു. ഇസ്രയേലിന് അത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്തത്ര ദുർഘടമായ ഇടത്ത് ആഴത്തിൽ ഫോർഡോ പണിത് ഇറാൻ മുൻകരുതലെടുത്തു. ഇറാന്റെ മധ്യപ്രദേശത്തുള്ള ഫോർഡോ ആണവ കേന്ദ്രത്തിൽ US സൈനികാക്രമണം നടത്തണമെന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മലയ്ക്കുള്ളിൽ 80 മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂഗർഭ സൗകര്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഗ്രഹാം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിൽ ഇത്രയും ആഴത്തിലുള്ള ലക്ഷ്യം തകർക്കാനാകുന്ന ആയുധം നിലവിൽ US-ന് മാത്രമാണേ ഉള്ളൂ. 30,000 പൗണ്ട് ബോംബ്, GBU-57, മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ എന്നീ പേരുകളിലും ബങ്കർ ബസ്റ്റർ എന്ന ഓമനപ്പേരിലും അറിയപ്പെടുന്ന ആയുധത്തിനായാണ് ഇസ്രയേൽ US-ന്റെ സഹായം തേടുന്നത്. 30,000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്ററിനെ വഹിക്കാൻ ശേഷിയുള്ളത് US വ്യോമസേനയുടെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾക്ക് മാത്രമാണ്. ഇതും ഇസ്രയേലിൻ്റെ പക്കലില്ല. എന്നാൽ 200 അടിയോളം മാത്രമാണ് ബങ്കർ ബസ്റ്ററിന് തുരന്നിറങ്ങാനാകുക എന്നതിനാൽ ഒന്നിലധികം തവണ ആക്രമണം നടത്തിയാലേ ഫോർഡോയെ ചെറിയ തോതിലെങ്കിലും തൊടാനാകൂ എന്നും അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ഇസ്രയേലിനൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെതിരെ പ്രത്യക്ഷ നീക്കത്തിന് US-ഉം ഇറങ്ങിയാൽ വിശാലമായ ഒരു യുദ്ധമാകും മധ്യപൂർവ്വ ദേശത്തെ കാത്തിരിക്കുന്നത്. ഫോർഡോയെ പിളർക്കണമെങ്കിൽ 30,000 പൗണ്ട് ഭാരമുള്ള MOP, മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ പോലുള്ള കൂറ്റൻ ആയുധങ്ങളും അവ വർഷിക്കാൻ കഴിവുള്ള B-2 സ്റ്റെൽത്ത് ബോംബറുകളും വേണം. ഒരു GBU-27A-B ബങ്കർ ബസ്റ്ററിൻ്റെ ഭാരം തന്നെ 12 ടൺ വരും. രണ്ടുമുള്ളത് അമേരിക്കയുടെ കൈവശം മാത്രം. ഇതുമായി ഇറാനിലേക്ക് പോകാൻ അവർ അടുത്ത കാലത്തൊന്നും മുതിരില്ല. ഇസ്രയേലിൻ്റെ പങ്കാളിയായി ഒരു പരമാധികാര രാഷ്ട്രത്തെ ആക്രമിച്ചാൽ രാജ്യാന്തര തലത്തിലുണ്ടാകാവുന്ന പ്രത്യാഘാതം, ചെർണോബിലിന് സമാനമായിട്ടുള്ള ആണവ ദുരന്തത്തിനുള്ള സാധ്യത എന്നിങ്ങനെ കാരണങ്ങൾ പലതാണ്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ തടയുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത്. ലക്ഷ്യം കൈവരിക്കും വരെ നടപടി തുടരുമെന്നും പറയുന്നു. ഇപ്പോഴത്തെ പോരാട്ടം എത്ര കാലം തുടരുമെന്നും എവിടെ വരെ പോകുമെന്നും ഒരുപക്ഷെ ഫോർഡോ ആകും തീരുമാനിക്കുക. എന്നാൽ ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നുണ്ട് എന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ്. UN ആണവ ഏജൻസിയും ഇറാൻ അത്തരമൊരു ആയുധം വികസിപ്പിക്കുന്നതിൻ്റെ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മലയാളി വാർത്ത ഇൻസൈഡ്.